ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശരീരവണ്ണം കുറയ്ക്കാനാണ് ചെയ്തേക്കുന്ന വർക്കൗട്ടുള്ള. ശരീരവണ്ണം കുറയ്ക്കുന്ന പറയുമ്പോൾ നമ്മൾ അപ്പർ ബോഡിയിലാണ് ഞാൻ ഇത് കുറയ്ക്കാനുള്ള വർക്കൗട്ട് കാണിച്ചേക്കുന്നത്. കാരണം ചിലർക്ക് ഫുൾ ബോഡി കുറയ്ക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് കാൽവണ്ണം കുറയ്ക്കാൻ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, ചിലർക്ക് വയറ് മാത്രം കുറയാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ അപ്പർ ബോഡിയിലെ വണ്ണം കുറയ്ക്കാനാണ്. ചിലർക്ക് അറിയാലോ, ചിലർക്ക് കൊഴുപ്പൊക്കെ ഇറങ്ങിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ ആയിരുന്നാലും മുതുകിൻ്റെ അവിടെ ആയിരുന്നാലും സൈഡിലും അങ്ങനെയൊക്കെ ഒത്തിരി നമുക്ക് മൊത്തത്തിൽ അപ്പർ ബോഡിക്ക് ഒത്തിരി കൊഴുപ്പ് കൂടും. അപ്പോൾ അത് മാത്രം കുറയ്ക്കാനുള്ള കുറച്ച് വർക്കൗട്ട്. അപ്പോൾ കണ്ടാൽ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിക്കോളും. ഇതേ നിങ്ങൾക്ക് ബോഡിയുടെ ഏതൊക്കെ പാർട്സിലാണ് ഇത് ശരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നിന്ന് മാത്രം ചെയ്യുന്നുണ്ട്. നിന്ന് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മൂവ്മെൻ്റ് ഒന്നും കൊടുക്കാണ്ട്, കാരണം നമ്മൾ മൂവ്മെൻറ്റ് കൊടുത്ത് കാലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ബോഡി അനങ്ങുമ്പോൾ നമുക്ക് ഈ വണ്ണം കുറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കാല് ഇതുപോലെ ഒന്ന് അകത്തി വയ്ക്കണം കേട്ടോ. അകത്തി വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലും നമ്മളെ ബോഡി സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ കാലിലാണ്. അപ്പോൾ ഞാനിതൊരു 10 വെച്ചാണ് എടുത്തേക്കുന്നത്. 10 വെച്ച് എടുത്തിട്ട് പോയി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഇടുപ്പിൻ്റെ ഭാഗമായിരുന്നാലും ഒക്കെ ഈ നമ്മുടെ അതായത് നമ്മുടെ കൈയുടെ കറക്റ്റ് ബാക്ക് ഭാഗം മുതുകിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതെ 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് വരുന്ന സൈഡിലോട്ടാണ് കേട്ടോ. നമ്മുടെ സൈഡിലോട്ടാണ് എടുക്കുന്നത് കേട്ടോ, കൈ എടുക്കുന്നത്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഞാനിതെല്ലാം 10 എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് എണ്ണം കൂട്ടി എടുക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 1 2 3 4 5 6 7 8 9 10. പിന്നെ ഇതൊരു സിമ്പിളായിട്ടുള്ള നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് സ്ട്രെച്ചിങ് കൊടുക്കുന്ന പോലെ കേട്ടോ. നമ്മളിങ്ങനെ കൈ പൊക്കുന്നതും ഇതൊക്കെ സിമ്പിൾ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കേട്ടോ. ഇത് നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 1 2 3 4 5 6 7 8 9 10. ഇതൊക്കെ നമ്മുടെ ആ മുതുകിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ സ്ട്രെച്ചിങ് ആവും നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ. നിങ്ങളൊന്ന് എടുത്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് കാണുമ്പോൾ സിമ്പിളായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫുൾ ബോഡി ഒന്ന് കറക്കി എടുക്കുന്ന കേട്ടോ. ഇങ്ങനെ താഴേക്ക് ഇതേപോലെ 1 2 3 4 5 6 7 8 9 10. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഫുൾ അങ്ങനെ താരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പകുതിയെ കുനിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കുനിയാൻ പറ്റും. നിങ്ങൾ ദിവസവും ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കണ്ട് ചേഞ്ച് ഉണ്ടായിക്കോളും കേട്ടോ. നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് മുട്ട് കുറച്ചൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പുഷ് ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ സൈഡിലോട്ട് പുഷ് ചെയ്ത് ഇങ്ങനെ പഞ്ഞി പോലെ കൈയെടുത്ത് നീട്ടരുത്. നിങ്ങളുടെ ആ ബോഡി പാർട്സൊക്കെ നന്നായിട്ടൊന്ന് അനങ്ങണം നമ്മളിത് എടുക്കുമ്പോൾ. ഇനി നേരെ എടുക്കണം കേട്ടോ. അതും ഞാൻ 10 വെച്ച് തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ബോഡി ഇങ്ങനെ ആ അപ്പർ ബോഡി പാർട്സൊക്കെ എങ്ങനെയാണ് ഇത് അനങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒന്ന് കറക്കിയിട്ട് കേട്ടോ. ഇതും 10 വെച്ച് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ളതാണ്.
ഇത് നമ്മൾ തിരിച്ചും കൂടെ എടുക്കണം കേട്ടോ. ഇതൊരെണ്ണം മാത്രം നമ്മളൊന്ന് തിരിച്ചും കൂടെ ഒന്ന് എടുത്തു കൊടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് നമ്മൾ കുറേ കൂടെ താരുന്നത്. നേരത്തെ ഞാൻ ഇതിൻ്റെ ആദ്യം കാണിച്ചത് പകുതിയായിരുന്നു, ഇത് ഫുള്ളൊന്ന് വളയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലിലൊന്ന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. എങ്കിലേ നമുക്ക് നന്നായിട്ട് വളയാൻ പറ്റാത്തവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വളയുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എങ്കിലേ നന്നായിട്ട് വളയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇത്രയും. അപ്പോൾ നിങ്ങൾ കാലിലൊന്ന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വളഞ്ഞോളൂ കേട്ടോ. ഇത് ഞാൻ 10 എടുത്തേക്കുന്ന, ഞാനിതിൽ 10 എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 10 കൂടുതൽ എടുക്കാം, എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. മുകളിലേക്ക് നമ്മൾ കൈ എടുക്കുന്നുണ്ട് ഇതേപോലെ കേട്ടോ. ഇതേപോലെ 3 4 5 6 7 8 9 10 ഇത് അതെടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇത് മുന്നോട്ടും പുറകിലോട്ടും ഉണ്ടോ. ഇതൊക്കെ നമുക്ക് ഈസി ആയതുകൊണ്ട് നമ്മൾ ഈ 10 എന്നുള്ളതൊന്നും പോവില്ല, അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ചില 10 കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകും, കാരണം അത്ര ഈസിയാണ് കേട്ടോ. ഇനി വരുന്നത് ഇതേപോലെ കൈ ഒന്ന് ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് എടുക്കുക കേട്ടോ. 2 3 4 5 6 7 8 9 10. ഇത് തന്നെ നമുക്കൊന്ന് കൈ തന്നെ ഇങ്ങനെ വച്ചുകൊണ്ട് 2 സൈഡിലോട്ടും ഇത് കൊടുക്കാം. ഇങ്ങനെ 2 വശത്തോട്ടും കേട്ടോ. കൈ അങ്ങനെ വച്ചിട്ട് 2 വശത്തോട്ടും. ഞാനിപ്പോൾ ഇത് കൈ താക്കേം പൊക്കം ചെയ്ത സൈഡ് തിരിഞ്ഞ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. സെയിം കൈ അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ടൊന്ന് കുനിഞ്ഞിട്ട് കൈ പുറകോട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഈ കൈ ചേർത്ത് വെച്ച് ഫസ്റ്റ് കാണിക്കുന്നത് ഒന്ന് സൈഡ് തിരിഞ്ഞ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആ മുതുകിൻ്റെ ഭാഗം, ആ നടുവിൻ്റെ ഭാഗമൊക്കെ എത്രത്തോളം സ്ട്രെച്ചിങ് ആവുമെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാനതൊന്ന് ലാസ്റ്റ് ഒന്ന് സൈഡാക്കി കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ബോഡിയിൽ ഇത് എത്രത്തോളം വർക്കാവുന്നുണ്ടുള്ളത്. ഇതെടുക്കുമ്പോൾ കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാനിതൊന്നും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സൈഡ് തിരിഞ്ഞെന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഫസ്റ്റ് തൊട്ട് ഞാൻ കാണിച്ച എല്ലാ വർക്കൗട്ടുകളും ഇത്രത്തോളം നമുക്ക് വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് നന്നായിട്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ അപ്പർ ബോഡിയിലുള്ള കൊഴുപ്പുകൾ കംപ്ലീറ്റ് കുറച്ച് നമ്മുടെ ഷേപ്പ് ആയി വരും. ബോഡിക്ക് കൊഴുപ്പൊക്കെ മാറിയിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാ ദിവസവും ചെയ്തോളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ഒത്തിരി ചെയ്യാൻ എളുപ്പമുള്ളത് നോക്കി ചൂസ് ചെയ്താൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഓരോന്നൊരു 10 ചെയ്യാം, അല്ലെങ്കിൽ 10 കൂടുതൽ ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ദിവസം ചെയ്യണം. നമ്മൾ എന്ത് കാര്യവും അതേപോലെ നമ്മൾ വേണ്ട വിധത്തിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കുള്ള ബലം ഉണ്ടാവും. നമ്മളിപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടിട്ട് ഒറ്റയടിക്ക് ഇതെല്ലാം മാറുമെന്നും പറയുന്നില്ല. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ എല്ലാത്തിനും ബലം ഉണ്ടാവും. ഒരു 1 മന്ത് ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, നമുക്ക് മാറ്റം ഉണ്ടാവുന്നല്ലോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്ത് പോയിക്കോളും. അപ്പം ഇതെല്ലാ വീഡിയോസും നല്ലപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താണ്, ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വർക്കൗട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.